എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. ചിലപ്പോൾ നിങ്ങൾ കല്യാണ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവർ ഭയങ്കര ഡ്രാമാറ്റിക്കാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയില്ലാതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവരുടെ അപ്രീസിയേഷനോ അല്ലെങ്കിൽ അറ്റൻഷനോ ഇല്ലെങ്കിൽ അത് കിട്ടാനായിട്ട് അവർ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ട് ഇവർ പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒരു പക്ഷേ ഏർപ്പെടുന്നുണ്ടായിരിക്കും. അതൊരു പക്ഷേ ഒരു പ്രത്യേക സ്റ്റൈലിൽ വലിയ ആക്സൻ്റൊക്കെ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വളരെ ചാമിങ്ങോ സെഡക്റ്റീവോ അല്ലെങ്കിൽ സെക്ഷലി ഫ്ലോട്ടേറ്റീവ് മാനറിലൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇൻറ്ററപ്റ്റ് ചെയ്ത് ഇടയിൽ കയറിയിട്ട് വലിയ ഇമോഷണാലിറ്റിയും മറ്റും കാണിക്കുന്നതായിരിക്കാം. പലപ്പോഴും ഈ കാണിക്കുന്ന ഒരു ഇന്നപ്രോപ്രിയേറ്റ് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ കാണിക്കുന്ന ഒരു റേഞ്ചിൽ നിന്നും വളരെ കൂടിയ ഒരു അളവിലായിരിക്കും ഇത് കാണിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡ്രമാറ്റിക് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ എന്നൊക്കെ പറയുന്നത്. ഡ്രമാറ്റിക്കൽ അല്ലെങ്കിൽ തിയേറ്ററിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടായിരിക്കും, തിയേറ്റർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡ്രാമയൊക്കെ നിങ്ങൾ കാണാനായിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഷോ നമ്മൾ അവതരിപ്പിക്കുന്ന പോയിന്റ് പ്രേക്ഷകരിലോട്ട് എത്തിക്കണമെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ട് പെരുമാറിയാലാണ് ഒരു പക്ഷേ നമ്മളുടെ ഡ്രാമയിലൊക്കെ അത് സാധിക്കുക. അതേസമയത്ത് സിനിമയിൽ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കുറേ സാഹചര്യങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ നല്ല എഡിറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ വിഷ്വൽ ഗ്രാഫിക്സിൻ്റെയും അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ചുറ്റുപാടിൻ്റെയൊക്കെ സപ്പോർട്ടുള്ള കാരണം ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അല്ലെങ്കിൽ ശ്രദ്ധ ക്യാപ്ചർ ചെയ്യാനും നമ്മളുടെ കണ്ടന്റ് ഡെലിവറി ചെയ്യാനും സാധിക്കും. പക്ഷെ ഒരു ഡ്രാമ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ സംസാരവും അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെയൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ സാധിക്കുക. അതിലൂടെയാണ് നമ്മളുടെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കാം. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഇതിനെ കൂടുതൽ ഡ്രമാറ്റിക് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ പുള്ളിക്ക് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ICD-11 കാറ്റഗറൈസേഷൻ വെച്ചിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡറുകളെയൊക്കെയും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നത്. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. സോ ഇത്തരത്തിലുള്ള ഡിസോർഡറുകളൊക്കെയും നമ്മൾ ഒരു ടേം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ മൈൽഡ്, മോഡറേറ്റ്, സെവിയർ എന്ന രീതിയിലാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ടേമിൽ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ സ്പെസിഫിക് ഡിസോർഡർ എന്ന് പറയുന്ന പേരിലോട്ട് നമ്മൾ പോകുന്നില്ല. എന്നാൽ തന്നെയും അമേരിക്കയിലൊക്കെ ലഭ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് അതിൻ്റെ 5th വേർഷനിൽ നമുക്കിപ്പോഴും ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളും ടൈപ്പുകളും വെച്ചിട്ട് ഇന്നും പറയുന്നുണ്ട്. പക്ഷേ ICD-10 പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും റീസെൻ്റ് എഡിഷൻ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷത്തിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള എഡിഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡറുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ മൈൽഡ്, മോഡറേറ്റ്, സെവിയർ എന്നൊരു നോമൻക്ലേച്ചറാണ് ഉപയോഗിക്കുന്നത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. ഇനി ഇതിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടേം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് സ്ഥായിയായിട്ടുള്ള ഒരാളുടെ പ്രവർത്തന രീതികളാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതചക്രത്തിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടായിരിക്കും അവർ പ്രകടിപ്പിക്കുക. പല കാര്യങ്ങളെയും അവർ പെർസീവ് ചെയ്യുന്നൊരവസ്ഥ, ആളുകളും സാഹചര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന അവസ്ഥ, തങ്ങളെയും ലോകത്തെയൊക്കെ നോക്കിക്കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണോ അതിന് ഒരാൾ എങ്ങനെയാണോ അതൊക്കെ ചെയ്യുന്നത് അതിനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥായിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന് അതൊരു നോർമൽ ലെവലായിട്ട് നമ്മളൊരു കണ്ടിന്യൂമായിട്ട് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോർമൽ ലെവലിൽ നിന്നും വളരെ കൂടുതലോട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലോ ഒരാൾ പെരുമാറുകയാണെങ്കിലാണ് അതിനെ നമ്മൾ വ്യക്തിത്വ വൈകല്യമായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ICD-11 അതിനെ മൈൽഡർ പേഴ്സണാലിറ്റി ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് പേഴ്സണാലിറ്റി ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, സെവിയർ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ എന്നൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്.
എന്നാൽ തന്നെയും ഓരോ തരത്തിലുള്ള പ്രത്യേക വ്യക്തിത്വ വൈകല്യാവസ്ഥകളെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാലാണ് നമ്മുടെ ചുറ്റുപാട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാനും അവരുടെ അടുത്ത് സഹതപിക്കാനും നമുക്ക് സാധിക്കാം. എന്തിനാ സഹതപിക്കണേ? എന്തിനാ അവരുടെ അടുത്ത് നമ്മൾ എമ്പതൈസ് ചെയ്യണേ? അല്ലെങ്കിൽ നമ്മൾ അവരെ വെറുത്തു പോകും. അവര് മോശക്കാരാണ്, അവരെ അകറ്റി നിർത്തണം, എന്നാൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോകും. അത്തരത്തിൽ പാടില്ല. പല ജീവിതത്തിലെ വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് പലർക്കും വ്യക്തിത്വ വൈകല്യങ്ങൾ വന്നു പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയുമ്പോൾ, അവരായിട്ട് എമ്പതൈസ് ചെയ്യാൻ സാധിക്കുമ്പോൾ, അവർ ഉൾക്കൊള്ളാനും ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുമ്പോൾ അവർക്ക് മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും വലിയൊരു സാഹചര്യമാണ് നമുക്ക് അവർ നൽകുന്നത്, നമ്മൾ അവർക്ക് നൽകുന്നത്. സോ അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് ആയിട്ടുള്ള ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ലൈഫ് ഓഫ് ദ പാർട്ടി എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആൾക്കാർ ഒന്നിച്ചുകൂടി സംസാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ കണ്ടക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഷൈനിങ് ചെയ്തിട്ട് ഏറ്റവും സെൻട്രൽ സ്റ്റേജിൽ നിന്ന് എല്ലാവരെയും നയിക്കാനോ അല്ലെങ്കിൽ എല്ലാവരെയും ശ്രദ്ധയും പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഈ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവര്. എല്ലാവരും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. മഹേന്ദ്ര സിംഗ് ധോനി എന്ന് പറയുന്ന ഒരാള് സെൻട്രൽ സ്റ്റേജ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കളി വിജയിച്ചതിന് ശേഷം അവാർഡ് മേടിക്കാനോ സെൻട്രൽ സ്റ്റേജിൽ വരുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് മഹേന്ദ്ര സിംഗ് ധോനിക്ക് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നല്ല. അദ്ദേഹത്തിന് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള നോർമൽ ലെവലിലുള്ള പേഴ്സണാലിറ്റി ആണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ചില ആൾക്കാരെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, അവരുടെ ഭാഗത്ത് നിന്ന് വളരെ കഠിനമായിട്ടുള്ള പരിശ്രമം ഉണ്ടായിരിക്കും സെന്റർ ഓഫ് അറ്റൻഷൻ ആവാനായിട്ട്. ആ കാണിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ അടുത്ത് നിങ്ങൾ പേഴ്സണലി റിലേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ല. കാരണം പേഴ്സണലി ഇവരുടെ അടുത്ത് റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഒരു ശൂന്യതയായിരിക്കും, അല്ലെങ്കിൽ വളരെ ഒരു വേറെ രീതിയിലായിരിക്കും ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ ഇവരൊരു പാർട്ടിയിലോ നാലാളോ കൂടെ കൂടുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ആളാവാനായിട്ട്, അവരുടെ മുമ്പിൽ മുന്നിട്ട് നിൽക്കാനായിട്ട് ഇവർ കാണിക്കുന്ന കുറെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അവസ്ഥകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് ഒരു കോമൺ ആയിട്ട് പെരുമാറുന്ന രീതികളെന്ന്. ഇവരുടെ ഇൻട്രസ്റ്റുകൾ, ഒരു സോഷ്യൽ സാഹചര്യത്തിൽ ഇവർ ഇൻട്രസ്റ്റുകളും അതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കും. ഇവരെ കുറിച്ച് തന്നെ ആയിരിക്കും, കൈൻഡ് ഓഫ് ബോസ്റ്റ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ പറയുന്ന എന്ത് സംഭവത്തിലും ഒരു പക്ഷേ ഇവരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. സംസാരം ഒരു പക്ഷേ മറ്റുള്ളവരുടെ പ്രശ്നമായിരിക്കും ഒരു കൂട്ടം അവരുടെ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവരും അതേ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടിച്ചേരും. പക്ഷെ അതിനുശേഷം ഡീവിയേറ്റ് ചെയ്ത് അവസാനം ഇവരുടെ പ്രശ്നത്തിലേക്ക് ആ കാര്യത്തും. ഇവർക്ക് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇവർ ഇതിനെങ്ങനെയാണ് ജീവിച്ചത് എന്ന് പറയുന്ന രീതിയിലേക്ക് ആക്കാനായിട്ടുള്ളൊരു കഠിന പരിശ്രമം. അവസാനം സംസാരം ഇവരുടെ പ്രശ്നത്തിലും ഇവരാ പ്രശ്നത്തിന്റെ ഇമോഷണാലിറ്റിയും കാര്യത്തിനൊക്കെ കുറിച്ചായിരിക്കും അവസാനം സംസാരം എത്തി നിൽക്കുക. പിന്നെ ഇവർക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ പെരുമാറ്റ രീതിയാണ് സെക്ഷുവലി സെഡക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഫ്ലേർട്ടേഷ്യസ് ആയിട്ടും മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഫ്ലേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷുവലി ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റി മറ്റുള്ളവരെ തങ്ങളുടെ ഒപ്പം നിലനിർത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇന്റിമേറ്റ് ആയിട്ടായിരിക്കും ഇവർ കാണുന്നുണ്ടായിരിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കുമ്പോൾ ഇത്രത്തോളം ആഴത്തിലുള്ള ബന്ധമാണോ നിങ്ങൾ തമ്മിലുള്ളത് എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കും, ഇല്ല, ജസ്റ്റ് പരിചയപ്പെട്ടുള്ളൂ, അല്ലെങ്കിൽ 3-4 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എന്നായിരിക്കും മറ്റുള്ളവരുടെ മറുപടി. പക്ഷേ ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ HPD അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഞങ്ങൾ വളരെ ക്ലോസ് ആണ്, വി ആർ വെരി ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. അല്ലെങ്കിൽ അവരായിട്ടുള്ള സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ HPD ഉള്ളവര്, ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ഇനി ഞാൻ HPD എന്നാണ് പറയുന്നത്. സോ HPD ഉള്ളവര് വളരെ എന്തൂസിയാസ്റ്റിക്കലി, വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ ഇമോഷണലി വൈബ്രന്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി HPD ഉള്ളവരുടെ അടുത്ത് നിങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഷാലോ, അല്ലെങ്കിൽ വളരെ ആഴം കുറഞ്ഞ, വളരെ കേവല തരത്തിലുള്ളതായിരുന്നു. ഇവരുടെ ഇമോഷൻസ് പൊടുന്നനെ മാറുന്നതായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ നിങ്ങളുടെ അടുത്ത് സന്തോഷിച്ച് സംസാരിച്ചിരുന്നവര് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ സാധാരണ ഒരു ഇമോഷനിലോട്ടോ
അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ഒരു നെഗറ്റീവ് ഇമോഷനിലോട്ടോ പോകുന്നത് നിങ്ങൾക്ക് കാണാം. സോ വളരെ ഷാലോ ആയിട്ടുള്ള ഒരു കാതലോ ഒരു ആഴമോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ പെരുമാറ്റങ്ങൾ നിങ്ങൾ കുറച്ചു നേരം ഒരിടത്ത് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ സംസാരം എന്ന് പറയുന്നത് വളരെ സ്റ്റൈലിസ്റ്റിക് ആയിരിക്കും, വളരെ ആക്സെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രഷനിസ്റ്റിക് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു സംസാര രീതി. ആ സംസാരത്തിലെ കാതലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽസ് നമ്മൾ പറയില്ലേ, അതായത് അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അതിന്റെ നാനാ തലങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് അതറിയില്ല. ഇവർക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പേരുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം പറയാൻ മാത്രം അറിയാം എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവാണ് ഇവർക്ക് പലപ്പോഴും ഉണ്ടായിട്ട് കണ്ടിട്ടുള്ളത്. പല സബ്ജക്റ്റുകളിലും ഇവരിങ്ങനെ വളരെ നാടകീയത്തോടുകൂടി സംസാരിച്ചു തുടങ്ങുന്ന പല സബ്ജക്റ്റുകളിലും ഡീറ്റെയിൽസിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവർക്ക് ഒരു പക്ഷെ അതിന് സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഇനി ഇവര് ജീവിതത്തിൽ ശോഭിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷെ നല്ല ക്രിയേറ്റീവായിട്ട് ഇടപഴകേണ്ട മേഖലകളിൽ, അതുപോലെ തന്നെ ഇമാജിനേറ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട മേഖലകളിൽ, ആ മേഖലകളിലൊക്കെ ഇവർക്ക് ഇവരുടെ ക്യുക്കറായിട്ടുള്ള ആ ഇമാജിനേഷനും കാര്യങ്ങളിലൊക്കെ ആ കഴിവ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ മൈൻഡിന്റെ അത്തരത്തിലുള്ള പ്രവർത്തന രീതി വെച്ചിട്ട് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. അതേസമയം ഒരു ടാസ്ക് വളരെ ലോജിക്കലായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഇവർ അവിടെ സ്റ്റംബിൾഡ് ആവുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇവർ അവിടെ പതർന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആരെങ്കിലും അടുത്തുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ, ആ ഡയഗ്നോസ്റ്റിക്കൽ ലക്ഷണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഡയഗ്നോസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് DSM-5 എന്ന് പറയുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. സോ ഡയഗ്നോസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് അഥവാ DSM-5 വെച്ചിട്ട് 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് HPD ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാനായിട്ട് വേണ്ടത്. സോ അതിലൊന്നാമത്തെയാണ് സെൽഫ് സെന്റേർഡ്നെസ്, a feeling of uncomfortability when you are not being the center of attention. വളരെയധികം ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു വേദിയിൽ സെന്റർ ഓഫ് അറ്റൻഷൻ ആവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു നീരസവും നിരാശയും ഒക്കെ. ഇനി രണ്ടാമത്തെ ലക്ഷണമാണ് കോൺസ്റ്റന്റ്ലി സീക്കിംഗ് അഷുറൻസ് ഓർ അപ്രൂവല്. നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും അഷുറൻസും അപ്രൂവലും മറ്റുള്ളവരുടെ ഒരു ആക്സെപ്റ്റൻസും തേടാനായിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം. മറ്റുള്ളവരൊരു അപ്രൂവലോ മറ്റോ കിട്ടാതെ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർവൃതിയോ ഉണ്ടാവത്തില്ല. അത്തരത്തിലുള്ളൊരു അവസ്ഥ. ഇനി മൂന്നാമത്തെ ലക്ഷണമാണ് ഇൻഅപ്രോപ്രിയേറ്റ്ലി സെഡക്റ്റീവ് അപ്പിയറൻസ് ഓർ ബിഹേവിയർ. അതായത് സമൂഹത്തിനുള്ള സ്റ്റൈലിന് യോജിക്കാത്ത രീതിയിൽ മറ്റുള്ളവരെ സെഡക്റ്റ് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ഒരു വസ്ത്രധാരണം. അതൊരു പക്ഷെ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചില തരത്തിലുള്ളത് വളരെ ഷോർട്ടർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ എക്സ്പോസിങ് ആയിട്ടുള്ള തരത്തിലുള്ള വസ്ത്രധാരണം. കൂടാതെ അത്തരത്തിലുള്ള പെരുമാറ്റവും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചെടുക്കാനും സെക്ഷലി അട്രാക്ട് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള സംസാരവും അല്ലെങ്കിൽ ശരീരചേഷ്ടകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ബിഹേവിയറൽ എക്സ്പ്രഷനും ഒക്കെ. ഇനി നാലാമത്തെ ലക്ഷണമാണ് ഓവർലി കൺസേൺഡ് വിത്ത് ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് യൂസിങ് ദാറ്റ് ഫിസിക്കൽ അപ്പിയറൻസ് ടു ഡ്രോ അറ്റൻഷൻ ഫ്രം അതേഴ്സ്. നിങ്ങളുടെ ശരീരത്തിന്റെ അപ്പിയറൻസിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അമിത ശ്രദ്ധ. ഇനി ആ ശരീരത്തിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് വസ്ത്രധാരണവും ശരീരത്തിന്റെ സ്റ്റൈലും മറ്റൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ ശ്രദ്ധ പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ. അപ്പൊ എന്താ ഉണ്ടാവുക? യു ക്യാൻ സിംപിളി ഇമാജിൻ അല്ലെ. അതായത് അവരുടെ വസ്ത്രധാരണം, അവരുടെ സ്റ്റൈല് വളരെ തിളക്കമാർന്നിട്ടുള്ളതോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, മറ്റുള്ളവർ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന തരത്തിലുള്ള കളറുകളും ആഭരണങ്ങളും മറ്റുമൊക്കെ ധരിക്കുന്ന രീതി. ഇത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും കണ്ടുവരുന്ന അവസ്ഥയാണ്. സോ പക്ഷെ സ്ത്രീകളിലാണ് ഒരു പരിധി വരെ അത് കൂടുതലായിട്ട് കാണുന്നത്. സോ അത്തരത്തിലുള്ള വസ്ത്രധാരണം ഉള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ ലക്ഷണമാണ് റാപ്പിഡ്ലി ഷിഫ്റ്റിംഗ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ദാറ്റ് അപ്പിയർ ഷാലോ
ടു അതേഴ്സ്. പൊടുന്നനെ മാറുന്ന തരത്തിലുള്ള വൈകാരിക അവസ്ഥ അല്ലെങ്കിൽ വൈകാരിക എക്സ്പ്രഷൻസ്, അത് ആ സംഭവത്തിൽ തന്നെ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസിന്റെ ഒപ്പം തന്നെ അവരുടെ അടുത്ത് ഇടപഴകി കഴിയുമ്പോൾ ഈ കാണിക്കുന്ന ഇമോഷണാലിറ്റി അല്ലെങ്കിൽ ആ വിഷമമോ അല്ലെങ്കിൽ സന്തോഷമോ അതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വളരെ കേവലമായിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വ്യക്തിത്വ അവസ്ഥയോ കാണാനായിട്ട് സാധിക്കും. ഇനി ആറാമത്തെ ലക്ഷണമാണ് their opinions are easily being influenced by other people's, but for those opinions there are insufficient details they have, or they won't be having enough details to back up with their opinion. അതെ, അവരുടെ ഓരോ ഒപ്പീനിയൻസും മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ളവരാൽ ഈസിലി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവർക്കൊരു ഒപ്പീനിയൻ ഉണ്ടെന്ന് വിചാരിക്കുക, വേറെ ആൾ വന്നിട്ട് അതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഇവര് എളുപ്പത്തിൽ അതിൽ സ്വാധീനിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ആ ഡിസിഷൻ എന്ന് പറയുന്നത് പൊടുന്നനെ മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ആ മാറ്റുന്നതിനെ ബാക്കപ്പ് ചെയ്യാൻ, അതായത് ഇവർക്ക് ഉണ്ടാവുന്ന ഒപ്പീനിയനുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ട് ഇവരെടുക്കുന്ന വേറൊരു തീരുമാനങ്ങൾക്കോ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഒപ്പീനിയൻസിനെയോ ബാക്കപ്പ് ചെയ്യാനായിട്ട്, സാധൂകരിക്കാനായിട്ടുള്ള ഡീറ്റെയിൽസോ ഇൻഫർമേഷനോ ഒന്നും ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മറ്റുള്ളവർ ഒരു കാര്യം പറയുമ്പോഴേക്കും ഈസിലി അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇനി അതിൽ ഇൻഫ്ലുവൻസ് ആയതിന് എന്താണ് കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനഫ് ആയിട്ടുള്ള റീസണിങ്ങോ ഡീറ്റെയിൽസ് ഒന്നും ഇവരുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഇവർ ഈസിലി സജസ്റ്റബിൾ ആണെന്ന് പറയുന്നത്. സജസ്റ്റബിൾ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരത്തിൽ HPD ഉള്ള ആൾക്കാരെ ഈസിലി സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ഒരു തുമ്മലിന്റെ പേരിൽ ഇവരങ്ങ് മാറി ചിന്തിക്കും, അത്ര എളുപ്പമാണ്. സോ ഇത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തെ ലക്ഷണമാണ് എക്സസീവ് ഡ്രാമാറ്റിക്സ് വിത്ത് ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. സാഹചര്യത്തിന് യോജിക്കാത്ത തരത്തിലുള്ള വളരെ കൂടിയ തരത്തിലുള്ള വൈകാരിക എക്സ്പ്രഷനുകളാണ്, കൂടിയ തരത്തിലുള്ള ഇമോഷണൽ എക്സ്പ്രഷനുകളാണ്. ഒരു വേദന കാണുന്ന സ്ഥലത്താണെങ്കിൽ അമിതമായിട്ട് അവിടെ ഇമോഷണലി വേദന പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ, സന്തോഷാഞ്ചിന് അട്ടഹസിച്ച് ചിരിച്ച് മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ച് പറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരെ ചീത്ത പറയുമ്പോഴോ ദേഷ്യം പിടിക്കുമ്പോഴോ തന്നെ വളരെ വൈകാരികമായിട്ട് ഉയർന്ന തോതിലേക്ക് ഇവർ ഇമോഷണൽ എക്സ്പ്രഷൻ പോകാനായിട്ടുള്ള ഒരു അവസ്ഥ. സോ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക, മറ്റ് ലക്ഷണങ്ങൾ ഇവർക്കുണ്ടോ എന്ന്. ഇനി എട്ടാമത്തെ ലക്ഷണം, എ ടെൻഡൻസി ടു ബിലീവ് ദാറ്റ് ദ റിലേഷൻഷിപ്സ് ആർ മോർ ഇന്റിമേറ്റ് ദാൻ ദേ ആക്ച്വലി ആർ. അവർക്ക് ഉണ്ടാവുന്ന പല ബന്ധങ്ങളും ഒരു പക്ഷെ അക്വൈൻറ്റൻസ് ആയിരിക്കാം, അതായത് ഇപ്പോൾ തന്നെ പരിചയപ്പെട്ടുള്ള ഒരാളായിരിക്കാം. ഇവർ വിചാരിക്കുന്നത് ഓൾറെഡി ഞാൻ ഇവരായിട്ട് വലിയൊരു ഇന്റിമേറ്റ് റിലേഷൻ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്തു എന്നാണ്. പക്ഷെ മറ്റാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, ജസ്റ്റ് പരിചയപ്പെട്ടു, എനിക്ക് അവരെ കുറിച്ച് വലുതായിട്ട് കാര്യങ്ങൾ അറിയും പോലും ഇല്ല, ജസ്റ്റ് എ കൈൻഡ് ഓഫ് എൻ അക്വൈൻറ്റൻസ്. പക്ഷെ ഇവർക്ക് ദേ ആർ എ ഗുഡ് ഫ്രണ്ട്, എ ക്ലോസ് ഫ്രണ്ട്, എൻ ഇന്റിമേറ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ അറിയാവുന്ന ഒരാളായിരിക്കും. ഇനി പത്താമത്തെ ലക്ഷണമാണ്, നമ്മൾ ഓൾറെഡി ഇതിനൊരു ഹിന്റ് വന്നിട്ടുണ്ടായിരുന്നു, ദേ ആർ ഈസിലി സജസ്റ്റബിൾ ടു അതേഴ്സ്. അതെ, മറ്റുള്ള ഒരാൾ ഈസിലി സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഇവര്. ഇനി ഈ 10 ലക്ഷണങ്ങളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 5 എണ്ണം ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മൾ ഒരാളെ HPD അല്ലെങ്കിൽ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള അവസ്ഥയായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഈ 5 ലക്ഷണങ്ങൾ കൊണ്ട് ഇവരുടെ ലൈഫിൽ പല സാഹചര്യങ്ങളിലും ഒക്യുപേഷണൽ സോഷ്യൽ സാഹചര്യങ്ങളിലൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രസ് ഉണ്ട്, ആ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇവരെ HPD ഡയഗ്നോസ് ചെയ്യുന്നത്. സോ ഇത്രയായിരുന്നു HPDയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് വ്യക്തിത്വ വൈകല്യം അനുഭവിക്കുന്ന ആൾക്കാർ ഒരു ക്രൂരരായിട്ടുള്ളവരോ അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്തവരോ അല്ല. അത് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ അവസ്ഥ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക വ്യക്തിത്വ വൈകല്യാവസ്ഥയാണ്. നമ്മൾ അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തുന്നതിൽ അല്ലെങ്കിൽ തള്ളിക്കളയുന്നതിന് പകരം നമ്മൾ അവരെ കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അവരുടെ ആ അവസ്ഥയിൽ നമ്മൾ എമ്പതറ്റിക് ആവാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഉറ്റവർക്കോ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ
ഇത്തരത്തിലുള്ള പ്രശ്നം കൊണ്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച്, ഇത്തരത്തിലുള്ള പ്രശ്നത്തിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് അവരെ അത് സഹായിക്കുന്നതായിരിക്കും. ഇനി ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് അമർത്തുക. ഇത്തരത്തിൽ ആരോഗ്യപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ഇനിയും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ഫീഡ്ബാക്സും സജഷൻസും ഒക്കെയാണ് എനിക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഈ എല്ലാവർക്കും മാനസികാരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയിലുള്ള നിങ്ങൾക്ക് എനിക്ക് തരാവുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്നെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഈ സപ്പോർട്ടാണ് എനിക്കുള്ള ഇനിയും വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ കേട്ടതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.